എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ WCPയുടെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഇവർ ഡിലീറ്റ് ആക്കി നോക്കാം. 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ആക്കിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 8, 15, 18, 26, 27, 52. അപ്പോൾ ഇത്രയും 6 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എക്സാം നടന്നത് 19-ാം തീയതിയാണ്, ജൂലൈ 19-നാണ് എക്സാം നടന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഡിലീറ്റ് ആക്കിയത് നോക്കാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എ കോഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പറാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രേരീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഡിലീറ്റ് ആക്കിയെന്നറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയത് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് ആദ്യം തന്നെ ഡിലീറ്റ് ആക്കുമെന്ന് തോന്നിയ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. കാരണം ആൻസർ കീ അത് ഇതിൽ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ആൻസർ തെറ്റായിട്ടാണ് അവർ കൊടുത്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തത്, അമൃതകാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ അമൃതകാലുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ അവരത് 2022-23 എന്നാണ് കൊടുത്തത്, പക്ഷേ അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതും എന്തുകൊണ്ടാണ് ഡിലീറ്റ് ആക്കിയത് എന്നുള്ളത് സംശയമാണ്. കാരണം അത് ആൻസർ ശരിയായിട്ട് തന്നെയാണ് കൊടുത്തത്, പക്ഷെ അത് ആൻസർ കീ വരുമ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ഡിലീറ്റായ ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശതാൽപര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറൻറ്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണെന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യനും ഡിലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യന് ഡിലീറ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മാത്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിലീറ്റ് ആയിട്ടുള്ളത്. 5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശയായി 200 രൂപ ലഭിച്ചു. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? അപ്പോൾ മാത്സിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഇപ്പം ഡിലീറ്റ് ആവുന്നത് സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഡിലീറ്റ് ആയത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അങ്ങനെ 6 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫൈനലായിട്ട് എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 55 to 63 ആയിരിക്കും. ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല മാർക്കുള്ളവർ, 50-ന് മുകളിൽ മാർക്കുള്ളവരൊക്കെ ഫിസിക്കൽ ചെയ്ത് തുടങ്ങാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഏകദേശം എത്ര റേഞ്ചിലാണ് വരുന്നതെന്ന് നോക്കാം.